ഗൈസ്, നിങ്ങളുടെ ലവർ ആരെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലവർ ആരെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലവ് നമുക്ക് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങൾ റിയൽ ആയിട്ടുള്ള ലവ് ആണോ, അതോ ഇമോഷണൽ ആയിട്ടുള്ള ലവ് ആണോ, അതോ ടൈം പാസ് ആയിട്ടുള്ള ലവ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലവർ ഉള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ശരി, ഞാൻ പോകണമെന്ന്. അല്ല, ലവറുള്ള ആൾക്കാരും കുഴപ്പമില്ല, വേണ്ട. നിങ്ങളുടെ ലവ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോവാം. നിങ്ങളുടെ ലവ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ലവർ ഇല്ലാത്ത ആൾക്കാർ സാങ്കല്പികമായിട്ട് ഇപ്പോൾ ഇമാജിനേഷനിലൂടെ ഒരു ലവറെ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വലുതാവുമ്പോൾ ലവർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലവ് ചെയ്യാൻ താല്പര്യമില്ല ആൾക്കാർക്ക് ഇപ്പോൾ വലുതാവുമ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കാം. എല്ലാവർക്കും വേണ്ടിയുള്ള ഫൺ പർപ്പസ് ആണ്. റിയൽ ലവ് ആണെന്ന് നോക്കാം, അതുപോലെ തന്നെ നമ്മുടെ ടൈം പാസ് ആയിട്ടുള്ള ലവ് ആണെന്ന് നോക്കാം, ഇമോഷണൽ ആയിട്ടുള്ള ലവ് ആണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലവ് സീരിയസ് ആണോ നമുക്ക് നോക്കാം. നിങ്ങളുടെ ലവ് റിയൽ ലവ് ആണെന്ന് നോക്കാം. എൻ്റെ ലവ് റിയൽ ആയിരിക്കും, പക്ഷെ എനിക്ക് ലവർ ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്ഷൻസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസിൽ 10 ആൻസറും വ്യത്യസ്തമായ രീതിയിൽ പറയാം. അത് ഒരേപോലെ പറയാം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് പറയണം. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞുതരാം, അതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞുതരാം. ഓപ്ഷൻ എ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ റിയൽ ലവ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, സോറി, അതിപ്പോൾ ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ റിയൽ ലവ് ആണോ, നിങ്ങൾ റിയൽ ലവ് അല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ ഇൻട്രോ നമുക്ക് ഉണ്ടല്ലോ. നമ്മുടെ ഇൻട്രോ നമുക്ക് കാണാം. അക്കിളി ബുക്കിളി ആ ഇൻട്രോ അല്ല, നമ്മുടെ ഇൻട്രോ ഞാൻ ചെറുതായിട്ട് നമ്മൾ ഒരു ഇൻട്രോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻട്രോ ഇറക്കാൻ പോകുന്നു. വെറൈറ്റി ഇൻട്രോ ആണ്, നിങ്ങൾ കണ്ടു നോക്ക്. ഇൻട്രോ എങ്ങനെയുണ്ട് നമ്മുടെ ഇൻട്രോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയും. ആ ഓരോ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏത് ആൻസറാണ് പറയുന്നത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ റിയൽ ലവ് ആണോ, അല്ലെങ്കിൽ ഫേക്ക് ലവ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലവ് ആണോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിലും പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും വേണം ഏത് ലവ് ആണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങളുടെ റിയൽ ലവ് ആണോ, ഫേക്ക് ലവ് ആണോ, ഇമോഷണൽ ലവ് ആണോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലവേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ലവേഴ്സ് ഉള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ലവ് ടെസ്റ്റ് ചെയ്യാൻ പറയൂ. ഇതാണ് ലവ് ടെസ്റ്റ് പാർട്ട് 1. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് വീണ്ടും വരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദേ ടെക്സ്റ്റ് യു. ഓക്കെ, നിങ്ങൾക്ക് അവർ മെസ്സേജ് അയച്ചാൽ, നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏത് കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ആൻസർ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് മാത്രമേ പറയാവുള്ളൂ, ചെയ്യാത്ത കാര്യം ഒരിക്കലും പറയരുത്. ലവേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലവ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ ഫ്യൂച്ചറിലായിട്ട് പോയിട്ട് ഫ്യൂച്ചറിൽ ഹസ്ബൻഡ് വൈഫായിട്ട് കൺസിഡർ ചെയ്തിട്ട് വീഡിയോ കാണുക. ഇപ്പം എനിക്ക് ലവറില്ലെന്ന് വിചാരിച്ചോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ആലോചിച്ചിട്ടാണ് ഈ ആൻസർ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ ആലോചിച്ച് ആൻസർ ചെയ്യുക. ലവ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. ലവ് ചെയ്യാൻ ഇനി താല്പര്യമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇല്ലാത്ത ലവറിനെ സങ്കല്പിച്ച് നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ റിയൽ ലവ് ആണോ, ഫേക്ക് ലവ് ആണോ, എന്ത് ലവ് ആണെന്ന്. ലവേഴ്സ് ഉള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യടാ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വെൻ ദ ടെക്സ്റ്റ് യു, നിങ്ങൾക്ക് അവർ മെസ്സേജ് അയച്ചെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അവർ മെസ്സേജ് അയച്ച് ഓപ്ഷൻ എ, നിങ്ങൾ ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ലവ് എനിക്ക് ലവറിലെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പം എനിക്ക് അവൾ മെസ്സേജ് അയക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് റിപ്ലൈ കൊടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷമാവുമോ? അതാണ് ഓപ്ഷൻ 1. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലായിട്ട് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ റിപ്ലൈ അയക്കുമോ? കുഴപ്പമില്ല എന്ന് പറയുന്ന റിപ്ലൈ അയക്കുമോ? നിങ്ങളുടെ ഫേസിലൊരു ഇമോഷൻസോ ഒരു സന്തോഷമൊന്നും വരാതെയാണ് റിപ്ലൈ അയക്കുന്നത്. മൂന്നാമത്തത്, നിങ്ങൾ പിന്നെയാണ് റിപ്ലൈ അയക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും അയക്കാൻ പോട്ടെ പുല്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമോ? ഇതിനകത്ത് ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്ന പാടെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ റിയൽ ലവ് ആണോ, ഫേക്ക് ലവ് ആണോ, ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ലവ് ആണോ. ഫേക്ക് ലവ് ആണെങ്കിൽ ആരും അടിച്ചൊന്നും പിരിയരുത് ഗായ്സ്. ഇതൊരു ഫൺ പർപ്പസ് ആണ്, എന്നാലും ഇത് റിയൽ ലവ് ടെസ്റ്റിംഗ് ആണ് ഗായ്സ്. പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡിലോട്ട് പോവാണ്. കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കുന്ന ടൈം. ഇപ്പം ഞാൻ എന്തെങ്കിലും പരിപാടിയില്ല, ഞാൻ എൻ്റെ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പരിപാടിയില്ല, ഞാൻ എന്നെ വെച്ച് എക്സാമ്പിൾ വെച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ വെച്ച് എക്സാമ്പിൾ വെച്ച് പറയുക. ഇപ്പം ഞാൻ ബിസി ആയിരിക്കുക, നിങ്ങൾ ബിസി ആയിരിക്കുന്ന ടൈമിൽ ഓപ്ഷൻ എ, നിങ്ങൾ അവളെപ്പറ്റി അല്ലെങ്കിൽ അവനെപ്പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമോ. ഓക്കെ, ഓപ്ഷൻ 1. രണ്ടാമത്തത്,
നിങ്ങൾ വല്ലപ്പോഴേ അവരെ കുറിച്ച് തിങ്ക് ചെയ്യുള്ളൂ, വല്ലപ്പോഴൊക്കെ അവരെ കുറിച്ച് തിങ്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണോ? മൂന്നാമത്തത് ഞാൻ അവരെ നോക്കാറില്ല. ഞാൻ നമ്മളെന്തോ പരിപാടി കല്യാണ വീട്ടിലാണ് പോകണമെങ്കിൽ നമ്മൾ ബിരിയാണി അടിച്ചിട്ട് സാപ്പിട്ട് അവിടെ കളക്ഷനൊക്കെ അടിച്ചിട്ട് ആമ്പിളറൊക്കെ വായിട്ട് നോക്കിയിട്ടിരിക്കും. അങ്ങനെയാണോ? ആ മൈൻഡ് ഏതാണ് നിങ്ങളെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് മാത്രം അടിച്ചിടുക. ഇപ്പം ഞാൻ ഒന്നാമത്തെ എ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് കൊടുക്കും, രണ്ടാമത്തെ ബി ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് കൊടുക്കും. അങ്ങനെ നിങ്ങൾ കൊടുക്കുക. ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് നിങ്ങൾ ഫേക്ക് ലവ് ആണോ റിയൽ ലവ് ആണെന്ന്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് വീഡിയോ ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ മീ ഗൈസ്. ഓക്കെ, അപ്പോൾ മൂന്നാമതെന്ന് പറയുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കും. ഞാൻ മെസ്സേജ് അയച്ചെന്ന് വിചാരിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അവളില്ലല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് അവളില്ലെന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് അവൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു സ്റ്റോറിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവളുടെ പടം വരച്ച് എല്ലാവരും കാണുമെന്ന്. കാണിച്ചു തരുന്നതാണ്. ഞാൻ സത്യമായിട്ട് ഞാൻ വരച്ചതാണ്. അത് നമ്മുടെ എൻ്റെ കണ്ണീരില്ലേ, എൻ്റെ കണ്ണുനീര് ആ പേപ്പറിൽ ഇപ്പോഴും ആ ഒരു പാടായിട്ട് കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില ആ ഒരു പാടായിട്ട് നമ്മൾ വെള്ളം വീഴുമ്പോൾ ആ പാടായിട്ട് പോകത്തില്ലല്ലോ, ആ ഭാഗം കീറിപ്പോയതുണ്ട് എൻ്റെ കണ്ണീര് വീണിട്ട്. അതൊന്നും ഞാൻ പറഞ്ഞിവിടെ ഇതാക്കുന്നില്ല. അപ്പം നിങ്ങൾ നമ്മുടെ ലവ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം മൂന്നാമതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ റിപ്ലൈ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറ്റും? ഓക്കെ, ഓപ്ഷൻ എ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചു, അവർ പെട്ടെന്ന് റിപ്ലൈ തന്നില്ല, നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എ, ഫീൽ വറീഡ് ഓർ മിസ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ടെൻഷനാവും. ഇനി ആർക്കെങ്കിലും മെസ്സേജ് ഇരിക്കുവാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിയോ, ഫസ്റ്റ് അവർക്ക് എന്തെങ്കിലും പറ്റിയോ, അതുകൊണ്ടാണ് അവൾ മെസ്സേജ് ആക്കാത്തത്, അങ്ങനെ ചിന്തിക്കുമോ? രണ്ടാമത്തത്, നിങ്ങൾ ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുമോ? കുഴപ്പമില്ല പിന്നെ മെസ്സേജ് അയച്ചോന്നിരിക്കുമോ? അതോ നിങ്ങൾ ഐ ഡോണ്ട് കെയർ, അതുകൊണ്ട് നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാതിരിക്കുമോ? ഏതാണ് ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ? ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുമോ, അതോ നിങ്ങൾ കുഴപ്പമില്ലെന്ന രീതി ഇരിക്കുമോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നുള്ള രീതി ഇരിക്കുമോ? ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനുള്ള 7 ക്വസ്റ്റ്യൻസ് ആണ്. 7 ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലവ് ടെസ്റ്റ് കഴിയും ഗായ്സ്. പെട്ടെന്ന് നമുക്ക് കഴിക്കാം. കൈയടിക്കും ബായ്സ്. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. നമ്മളെല്ലാ റിലേഷൻഷിപ്പും തുടങ്ങുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? നമ്മളല്ലാത്ത ടൈം പാസിന് വേണ്ടി. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാനിവിടെ പിന്നെ ചുമ്മാ ആൾക്കാരെ കാണിക്കുന്ന ഷോ കാണിക്കുന്നെങ്കിൽ അതിനോട് താല്പര്യമില്ല സത്യം പറഞ്ഞ്. ജെന്യൂനായിട്ട് ഞാൻ പറയുമോ എൻ്റെ എക്സ് ലവേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ എക്സ് ലവേഴ്സിനെ. അപ്പോൾ ചോദിച്ചാൽ മതി, എനിക്കിങ്ങനെ ഷോ കാണിക്കുക അങ്ങനത്തെ കാര്യം ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലായിട്ട് തിങ്ക് ചെയ്യുവാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഓപ്ഷൻ എ, നിങ്ങൾ ഫ്യൂച്ചറിലായിട്ട് തിങ്ക് ചെയ്യുവാണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഇമാജിൻ എ ലൈഫ് വിത്ത് ദം എന്ന് വെച്ചാൽ നിങ്ങൾ അവരായിട്ടൊരു ലൈഫാണോ, അവരെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു മൈൻഡിലാണോ നിങ്ങൾ അവരായിട്ട് റിലേഷൻഷിപ്പ് ആകുന്നത്, അവരായിട്ട് ലവ് ആകുന്നത്? ഓപ്ഷൻ എ. രണ്ടാമത്തത് മേ ബി നോട്ട് ഷുവർ, നിങ്ങൾക്ക് ഉറപ്പില്ല അവരെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല, അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതോ സി എന്ന് പറയുമ്പോൾ നെവർ തോട്ട്, അങ്ങനെ കല്യാണം കഴിക്കത്തില്ല. ഏതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കഴിക്കുമെന്നോ, അതോ ഷുവർ ഇല്ലെന്നോ, അതോ കല്യാണം കഴിക്കത്തില്ലെന്നോ? ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലായിട്ട് പോവുകയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം ഞാനും എൻ്റെ ലവർ എന്ന് പറയല്ലേ, അപ്പം ഞാനും എൻ്റെ എക്സും കൂടി ബ്രേക്കപ്പായി, നിങ്ങൾ നിങ്ങളുടെ എക്സും കൂടി ബ്രേക്കപ്പായി എന്ന് വിചാരിച്ചോ. ലവറുള്ള ആൾക്കാരായാലും ലവർ ഇല്ലാത്ത ആൾക്കാരായാലും ബ്രേക്കപ്പായി എന്ന് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ ബ്രേക്കപ്പായി, നിങ്ങളായിട്ടൊരു കോൺടാക്റ്റും ഇല്ല, 1 മാസത്തേക്ക് നിങ്ങളായിട്ടൊരു കോൺടാക്റ്റും ഇല്ല. അപ്പോൾ അവർക്ക് ഒരു അച്ചീവ്മെൻറ്റ് വരുവാണ് എന്ന് വെച്ചാൽ അവർ വലിയൊരു സക്സസ്സിലായിട്ട് പോകണം. എല്ലാവരും നമ്മുടെ നാട് മൊത്തം അവരറിഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എക്സാമിന് ഫുള്ള് കിട്ടി, അല്ലെങ്കിൽ ഭയങ്കര നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി, ഭയങ്കര എല്ലാവരും അവരെ പുകഴ്ത്തിയുണ്ട്, എല്ലാവരും അവർ ഫേമസ് ആയി എന്ന് വിചാരിച്ചോ. ഓക്കെ, ഓപ്ഷൻ എ, നിങ്ങൾക്ക് പ്രൗഡായിരിക്കുമോ ഫീലിംഗ്, നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരിക്കുമോ അവർ പ്രൗഡാവും. പക്ഷെ നമ്മളായിട്ട് കോൺടാക്റ്റ് ഇല്ല, ഒന്നുമില്ല, എന്നാലും നിങ്ങൾ പ്രൗഡായിരിക്കുമോ? മീൻസ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരില്ലെങ്കിലും നമ്മളില്ലെങ്കിലും അവരില്ലെങ്കിലും അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ സന്തോഷമായിട്ട് എവിടെയാണെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിലാണ് ഫസ്റ്റ് ഓപ്ഷൻ, ഫീലിംഗ് പ്രൗഡ്. രണ്ടാമതെന്ന് പറയുമ്പോൾ ഹാപ്പി ആയിരിക്കും ബട്ട് നോർമൽ ആയിരിക്കും. മൂന്നാമത് ഡസ് ഇൻ അഫക്റ്റ്, പോട്ടെ പുള്ളി ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ള മൈൻഡ് ആയിരിക്കും നിങ്ങളുടെ. ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണം. 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് തുടങ്ങാം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഗൈസ്, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പോകുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് ദേ ആർ സാഡ്, ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്, നമ്മൾ ലവിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, അവർ പെട്ടെന്ന് ഭയങ്കര സങ്കടപ്പെടുവാണ്, അവർ നല്ല രീതിയിൽ സങ്കടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ്, ഇറ്റ് അഫക്ട്സ് മീ ഡീപ്ലി, നമ്മളെയും കൂടി അത് ബാധിക്കും. അവർ സങ്കടപ്പെട്ട അത് നമ്മളെയും കൂടി ബാധിക്കും. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ
നമ്മളത് നോക്കും, പക്ഷേ നമുക്കത് നോക്കിയിരിക്കും. അവർ സങ്കടപ്പെടും, എന്നാലും നമ്മളവർ ആശ്വസിപ്പിച്ചാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് വലിയ കൂസലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോവും. അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ നോട്ട് മൈ പ്രോബ്ലം. അവർ സങ്കടപ്പെട്ടാലും അവൾ സങ്കടപ്പെട്ടാലും അവൻ സങ്കടപ്പെട്ടാലും അവൾ സങ്കടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ പ്രോബ്ലം എന്ന് പറയുന്ന മൈൻഡ് സെറ്റേ കൊള്ളത്തില്ല. നിങ്ങളുടെ ഓപ്ഷൻ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പറയുക. അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എ പറയാൻ നിൽക്കരുത്, ബി പറയാൻ നിൽക്കരുത്, സി പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ എങ്ങനെയാണ് ജെന്യുവിനായിട്ട് തോന്നുന്നതെന്ന് വെച്ച് നിങ്ങൾ പറയുക. നിങ്ങളാണ് മതി, ഞാനല്ല നിങ്ങളല്ല ഞാൻ. ഓരോരുത്തരും തിങ്ക് ചെയ്യുന്ന വ്യത്യസ്ത രീതിയിലായിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലവ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഈ ലോകത്ത് 100% പേര് നല്ലതാണെങ്കിൽ എത്ര അലമ്പായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും അലമ്പെന്നല്ല, എല്ലാവരും ഓരോ വ്യത്യസ്തമായുള്ള രീതിയിലുള്ള മനസ്സുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ള ഫേസ് ഉള്ള ആൾക്കാർക്കും എല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നു വെച്ചാൽ തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. എല്ലാവരും കമൻറ്റ് പറയണം നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് ദേ സ്റ്റോപ്പ് ടോക്കിംഗ് ടു യു. നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു, നിങ്ങളും നിങ്ങളുടെ ലവറും കൂടി ചെറിയൊരു പ്രശ്നം വരുവാണ്. പ്രശ്നം എപ്പോഴും നല്ലതാണ്. സന്തോഷമുള്ളിടത്ത് അല്ലെങ്കിൽ ശരിക്കുള്ള ഇഷ്ടമുള്ളിടത്ത് പിണക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചുമ്മാതാണ്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, ഇഫ് ദേ സ്റ്റോപ്പ് ടോക്കിംഗ് ടു യു, നിങ്ങളായിട്ട് അവർ വഴക്കിടുവാന്ന് വിചാരിച്ചോ, നിങ്ങളായിട്ട് അവർ ഭയങ്കര വഴക്കിടുവാന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ട്രൈ ഹാർഡ് ടു ഫിക്സ്. എന്ന് വെച്ചാൽ ട്രൈ ഹാർഡ് ടു ഫിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോകും. എന്തിനാണ് ഒന്ന് ക്ഷമിക്കട്ടെ, അല്ലെങ്കിൽ എന്തിനാണോ ഒന്ന് ക്ഷമിക്കുക, ഇപ്രാവശ്യത്തും കൂടി ഒന്ന് ക്ഷമിക്കുക, പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കാല് വീഴ്ച, നമ്മൾ അവരുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം വില കളഞ്ഞ്, നമ്മുടെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് നമ്മൾ അവർ വേണം. അവരില്ലാതെ നമുക്ക് പറ്റത്തില്ല മൈൻഡ് സെറ്റോടെ നമ്മൾ അവരുടെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ അവരുടെ കാല് പിടിച്ച് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടെന്ന് പറഞ്ഞ് ബ്ലോക്ക് മാറ്റാം, വാട്സാപ്പിൽ ബ്ലോക്ക് മാറ്റാം, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് മാറ്റാം, സ്നാപ്ചാറ്റിൽ ബ്ലോക്ക് മാറ്റാം, എല്ലായിടത്തു നിന്നും ബ്ലോക്ക് മാറ്റി ഒന്നും അൺബ്ലോക്ക് ആക്കി നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓപ്ഷൻ 1. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്യുള്ളൂ. ഒറ്റ പ്രാവശ്യം പറയും, ചെയ്തിട്ടില്ല, ബ്ലോക്ക് മാറ്റില്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ അത് വിടും. അങ്ങനത്തെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ. അത് സി. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പോൾ ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലും അവൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞൊന്നും പോകത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റാണോ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലാണ് പോകുന്നത്. 8, 9, 10. നമുക്കിനി 3 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. നിങ്ങളുടെ ലവ് റിയൽ ആണോ ഫേക്ക് ആണോ അതോ ടൈം പാസ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മര്യാദ രീതിയിൽ നല്ല രീതിക്ക്, മീൻസ് മര്യാദ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേപോലെ റിപ്ലൈ ചെയ്യണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തുകൊണ്ട് റിപ്ലൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന രീതിയിൽ റിപ്ലൈ ചെയ്യാൻ പാടില്ല. ലവേഴ്സ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ലവേഴ്സ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ലവ് ചെയ്യാൻ താല്പര്യമില്ലെന്നിട്ട് നിങ്ങൾ ഫ്യൂച്ചർ ഹസ്ബൻഡോ വൈഫായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ലവേഴ്സ് ഉള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ലവേഴ്സ് ഇല്ലാത്ത ലവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവരും ലൈക്ക് ചെയ്തില്ല നമ്മുടെ വീഡിയോ പുതിയ ആൾക്കാരുടെ എത്തത്തുള്ളൂ. അപ്പോൾ 8ാമത്തിലോട്ട് നമ്മൾ പോവാണ്. വൈ ഡു യു ലൈക്ക് ദം? ഓക്കെ, ഇറ്റ്സ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മോസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചും കരയിച്ചും ക്വസ്റ്റ്യൻ ആണിത്. വൈ ഡു യു ലൈക്ക് ദം? നിങ്ങൾ എന്തിനാണ് അവരെ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ലവർ മീൻസ് ലവറല്ല, സോറി, എക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്? മീൻസ് ഫസ്റ്റ് ഫോർ who truly they are. മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരാരാണ്, അവരെങ്ങനെയാണോ ഉള്ളത് അത് കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ. ബി. രണ്ടാമതെന്ന് പറയുമ്പോൾ ഫോർ ഹൗ ദേ ട്രീറ്റ് മീ. അവരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ 1 മനസ്സിലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. ഫോർ who they truly are. അവർ ശരിക്കും എങ്ങനെയാണോ അത് കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ലവറിനൊരു ഭയങ്കര ദേഷ്യപ്പെടുന്ന സ്വഭാവം എന്ന് വിചാരിച്ചു. എൻ്റെ ലവറിന് ഭയങ്കര ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെന്ന് വിചാരിച്ചോ, ഞാൻ അത് കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് അത് അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ. ബി എന്ന് പറയുമ്പോൾ ഫോർ ഹൗ ദേ ട്രീറ്റ് യു. ഫോർ ഹൗ ദേ ട്രീറ്റ് യു എന്ന് പറയുമ്പോൾ മീൻസ് നമുക്ക് സങ്കടം വന്നാലും നമ്മുടെ സന്തോഷം വന്നാലും നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മളോട് ക്യാൻറ്റീനിലായിട്ട് പോകാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ കൈ പിടിച്ചിരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് മിഠായി വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് വെള്ളം വാങ്ങിച്ചു തരും. മീൻസ് ട്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ ട്രീറ്റിംഗ് മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടത്തിലും കൂടെ നിൽക്കുന്ന കണ്ടിട്ടാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആരുമില്ലാത്ത ടൈമിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടെന്നുണ്ട്. ബി. ഓക്കെ. സി എന്ന് പറയുമ്പോൾ അവരുടെ മുഖം കണ്ടിട്ട്, അവരുടെ ഫേസ് കണ്ടിട്ടാണ് മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി ഓപ്പണായിട്ട് പറയണം. ചിലപ്പോൾ ഫേസ് കണ്ടിട്ടായിരിക്കും. നിങ്ങൾ ഒരു 90% ആൾക്കാരും പ്രേമിക്കുന്ന ഫേസ് കണ്ടിട്ടാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ട് ഉത്തരം പറയുക. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പോവാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഗൈസ്, ഡു യു ട്രസ്റ്റ് ദം? നിങ്ങൾക്ക് അവരെ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ലവറെ വിശ്വാസമുണ്ടോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1, ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരെ വിശ്വാസമുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വിശ്വാസമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വിശ്വാസമുണ്ട് എന്നാലും ചെറിയ ഡൗട്ടുണ്ട്. ചെറിയ ഡൗട്ടുണ്ട്. ഇപ്പോൾ പൊസസീവ്നെസ് എന്ന് പറയുന്ന വലിയ ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞാനായാലും എൻ്റെ പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ ലവർ വേറെ ആരെങ്കിലും കൂടി ഇരുന്ന് കുറേ അറ്റാച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അത് ഒരിക്കലും ദേഷ്യം കൊണ്ടോ ഇതൊന്നുമല്ല, ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ടോക്സിക് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, വട്ടവർ പുതിയ പേരുകൾ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞ് അവരെ ഫുള്ളായിട്ട് വിശ്വാസമായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി ട്രസ്റ്റ്. ഐ ഡോണ്ട് ഫുള്ളി ട്രസ്റ്റ്, എനിക്ക് അവരെ വിശ്വാസമില്ല, അവനെ അല്ലെങ്കിൽ അവളെ വിശ്വാസമില്ല. അതാണ് ഒമ്പതാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ സി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ റിയൽ ലവ് ആണോ ഫേക്ക് ലവ് ആണോ, നിങ്ങൾ ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലവ് ആണോ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എ ഓപ്ഷനാണ് കൂടുതൽ. ഇപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എ ഓപ്ഷനാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്. എ ഓപ്ഷൻ്റെ ആൻസറാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ റിയൽ ലവർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ അവരെ കൊണ്ടു നടക്കുന്നത് അതേപോലെ കൊണ്ടു നടക്കുക. ഒരു കാര്യം ചിന്തിക്കുക, വീട്ടുകാരെ മറന്നിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. വീട്ടുകാരെ മറന്നിട്ട് ഒരു പ്രവൃത്തി ഒരു കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ലവിൻ്റെ എത്തിക്സിനനുസരിച്ച് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വീട്ടുകാരെ മറന്നിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്യുകയും ചെയ്യും, ഇനിയിപ്പോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ബി ഉള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. ബി ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ലവ് ആയിരിക്കും. കാരണം അവരുടെ സ്വഭാവം കണ്ടിട്ട് മീൻസ് ഒരു ഇമോഷണൽ കണക്ഷനിൽ നിങ്ങൾ അങ്ങനെ നിന്ന് പോകുവാണ്. ഓക്കെ, അവരായിട്ടുള്ള ഇമോഷൻ, ഇപ്പം ഞാൻ ബ്രേക്കപ്പ് ആക്കി അവൾക്ക് സങ്കടമോ അവൾ ബ്രേക്കപ്പ് ആക്കി ഞാൻ സങ്കടമോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. കുഴപ്പമില്ല, നല്ല ലവ് തന്നെ ആയിരിക്കും, ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. എ എന്ന് പറയുമ്പോൾ റിയൽ ലവ് ആയിരിക്കും. സി എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൈം പാസിന് വേണ്ടി നോക്കുന്ന ആൾക്കാരായിരിക്കും. ടൈം പാസ്, ജസ്റ്റ് ടൈം പാസ്സാ, ജസ്റ്റ് ടൈം പാസിന് വേണ്ടി നോക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും പറയും പെണ്ണുങ്ങളാണ് കൂടുതൽ ടൈം പാസിന് വേണ്ടി നോക്കുന്നത്, ആണുങ്ങളും ടൈം പാസിന് വേണ്ടി നോക്കാറുണ്ടോ. എൻ്റെ അത്ര കമ്പനിക്കാരുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പോകണം. ഈ ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമായ ക്വസ്റ്റ്യൻസ് ആണോ. ഇതിന് ആൻസർ പറയാൻ നിങ്ങൾക്ക് ഭയങ്കര ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടി. ആരും ഇൻഫ്ലുവൻസ് ഉണ്ടൊന്നും ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഞാൻ നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ എ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല, ബി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല, സി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ട് ആൻസർ പറയുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നമ്മൾ ലുക്ക് കണ്ടിട്ടാണ്, നമ്മൾ ലുക്ക് കണ്ടിട്ടാണ്, മനസ്സ് കണ്ടിട്ടാണ്, എന്ത് കണ്ടിട്ടാണെന്ന് വിചാരിച്ചോ. നമ്മൾ ലുക്ക് കണ്ടിട്ടാണ് നമ്മൾ അവരെ പ്രേമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് കണ്ടിട്ടാണെന്നേ പറയത്തുള്ളൂ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരോട്. അല്ലെങ്കിൽ എനിക്കുള്ള മനസ്സ് ഇഷ്ടമാണ്, ഞാൻ ലുക്ക് കണ്ടിട്ടുള്ള പ്രേമിച്ച്. അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നാണക്കേട് ആകാതിരിക്കാനും നമ്മൾ മറ്റുള്ളവർ മുമ്പ് വെച്ചിട്ട് നന്മമരം കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ലെന്ന് പറയാൻ പറ്റും, ഞാൻ എത്രയോണം പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 90% ആൾക്കാർ ലുക്ക് കണ്ടിട്ടാണ്, ബാക്കി 10% ആൾക്കാർക്ക് മാത്രം മനസ്സ് കണ്ടിട്ട് പ്രണയിക്കാൻ നിൽക്കുന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനായിട്ട് പോകണം. ഇതിന് നിങ്ങൾ ചിന്തിച്ച് തരാൻ പറയുക. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവർ നല്ല രീതിയിലായിരിക്കും, നല്ല ഫേസ് ഒക്കെ ഉണ്ട്, നല്ല മനസ്സൊക്കെ ഉണ്ട്, എല്ലാം ഓക്കെ, നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും, കിടക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പറ്റുന്നുണ്ട് അവർക്ക്, കേൾക്കാൻ പറ്റും, കണ്ണ് കാണാൻ പറ്റും, എല്ലാ കാര്യവും പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ലവറിന് ഒരു ആക്സിഡൻറ്റ് വരുവാണ്. ആ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ ലവർ വീൽ ചെയർ ലവാണ്. ഡോക്ടർ പറയുവാണെന്ന് ഒരു 3 ഇയർ 4 ഇയർ കഴിഞ്ഞ് ആ ആൾ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട്, നിങ്ങൾക്ക് ആരോട് ചിന്തിക്കാം. ഇപ്പം ഞാൻ മെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗേൾ ഫ്രണ്ടായിട്ട് ചിന്തിക്കാം, ഇപ്പം ഞാൻ ഗേൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോയ് ഫ്രണ്ടായിട്ട് ചിന്തിക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് മാത്രമല്ല ബോയ് ഫ്രണ്ടും, നിങ്ങൾ ഏതാണോ ജെൻഡർ അത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുവാണ് 5 വർഷം കഴിഞ്ഞ് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പീക്ക് ടൈമാണത്, നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പീക്ക് ടൈമാണ്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലായി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ബന്ധുക്കാർ ചോദിക്കും, അല്ല അവൾ ചോദിക്കും. അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ വീൽ ചെയറിൽ ഇരിക്കുന്ന ആരാണോ, അവളാണോ അവനാണോ ഇങ്ങോട്ട് ചോദിക്കും, ഇനിയിപ്പോൾ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഓപ്ഷൻ യെസ്, ഇൻസ്റ്റൻ്റ്ലി, നമ്മളൊന്നും ആലോചിക്കാതെ യെസ്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഏസ് ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏസ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഏസ് പറഞ്ഞാൽ അത് ലൈഫിലും ഏസ് പറയാൻ, അല്ലെങ്കിൽ അവരോട് മുഖത്തും ഈ ഏസ് പറയാൻ പറ്റണം. ആ മൈൻഡ് സെറ്റ് ഉണ്ടാകണം, മനസ്സിലായോ? അങ്ങനെ ഏസ് പറയാൻ പറ്റണം. എൻ്റെ എക്സ് ലവർ ചോദിച്ചൊരു ചോദ്യമാണ്. എൻ്റെ എക്സ് ലവർ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ടൈമില്ലെങ്കിലും ഞാൻ പറയും. എൻ്റെ എക്സ് ലവർ ചോദിച്ചാണ്, ഞങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പായിട്ട് നല്ല സന്തോഷമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ടൈമിൽ ചോദിച്ചാണുള്ളത്. എന്നെ ഇക്കാക്കാന്ന് വിളിക്കുന്ന, ഇക്കാക്ക എനിക്ക് എന്തെങ്കിലും പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ മുഖം അലമ്പായി പോയാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുമോ? എനിക്കതിന് സ്നേഹിക്കത്തില്ലെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. ആവശ്യമില്ലാത്ത ചോദ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ.
എടോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് തന്നെ കൂടുതൽ പോകുന്നില്ല, എനിക്കും കൂടുതൽ കുറേ സങ്കടവും. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇൻസ്റ്റൻ്റ്ലി യെസ്, അവരെ കല്യാണം കഴിക്കുമെന്ന് യെസ് പറയൂ. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാം, വീട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയൂ. അതൊക്കെ കുറച്ച് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുവാണെന്നേരം നിങ്ങൾ ഇത് പറയുക. മൂന്നാമത്തത് നിങ്ങൾ ബിഗ് നോ, അയ്യേ എനിക്കുള്ള വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇവനെ വേണ്ടെന്ന് പറയൂ. മീൻസ് അവരെ മുമ്പിച്ച് പറയത്തില്ലെങ്കിലും ഇനി വേണ്ട, കാരണം ഞാൻ ആഗ്രഹിച്ചത് ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും ചോറ് കഴിക്കുന്നതൊക്കെ ഒരാളെയാണ്, അങ്ങനെയാണെന്ന് പറയൂ. ഇറ്റ്സ് റിയലി ബാഡ്. നിങ്ങൾ അങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയുക. ഞാനിങ്ങനെ നെഗറ്റീവ് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ പറയാതിരിക്കരുത്. ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ റിയൽ ലവ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇമോഷണലായിട്ട് കണക്റ്റ് ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എ ടൈം പാസ് ഗൈസ്, ടൈം പാസ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രം നമ്മളിപ്പോൾ ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ കല്യാണം കഴിച്ച് നമുക്ക് അയാളെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഫാമിലിയും എല്ലാ റിലേറ്റീവ്സും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സപ്പോർട്ടൊക്കെ തന്നെയാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. പിന്നെ ചില അവരെ ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മീൻസ് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ലവ് ചെയ്യാം, എന്തുകൊണ്ട് എൻ്റെ പെങ്ങൾക്ക് ലവ് ചെയ്തുകൂടാ? എൻ്റെ പെങ്ങൾ ലവ് ചെയ്യുമ്പോൾ ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്നു? എനിക്ക് ലവർ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ പെങ്ങൾ ലവ് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അത് ഒരു അതൊരു പാർഷ്യാലിറ്റി ആയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ലവ് എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും കണക്റ്റഡാണ്. ലവ് എല്ലായിടത്തും ഉണ്ട്. ലവ് മീൻസ് നോട്ട് ഓൺലി റിലേഷൻഷിപ്പ്. അമ്മേനെ ലവ് ചെയ്യാം, അച്ഛൻ ലവ് ചെയ്യാം, ഫ്രണ്ട്സിന് ലവ് ചെയ്യാം, ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ എ ഓപ്ഷൻസാണ് തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ലവ് ആയിരിക്കും. ഓപ്ഷൻ ബി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബി ഓപ്ഷൻസാണ് നിങ്ങളുടെ 10 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബി ഓപ്ഷൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമോഷണലായിട്ട് കണക്റ്റ് ആയിട്ടുള്ള അവരായിട്ട് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അവരെ വിട്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഇതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സി ഓപ്ഷൻസാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ടൈം പാസിന് വേണ്ടി നോക്കിയ ആൾക്കാരായിരിക്കും, അവരുടെ ലുക്ക് കണ്ടിട്ട് നോക്കിയ ആൾക്കാരായിരിക്കും. മീൻസ് ഒരു സീസണിന് വേണ്ടി, കാരണം ഒരു ദിവസം സംസാരിച്ച് രണ്ടാമത്തെ ദിവസം സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പിന്നെ പോർട്ടബിൾ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ സ്നേഹിക്കാൻ നോക്കുക. സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരും നല്ലപോലെ സ്നേഹിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ സ്നേഹിക്കാൻ നിൽക്കരുത്. ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയാം, ഉള്ളിൽ നിന്നൊരു കാര്യം പറയാം, അനുഭവമുള്ളൊരു കാര്യം പറയാം. എന്തായാലും ഇതിൽ കുറച്ച് കരച്ചിലും വീഴ്ചലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കരച്ചിൽ എന്തായാലും 100% ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അംഗീകരിച്ച് അതൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രം സ്നേഹിച്ചാൽ മതി, അല്ലാത്ത ആൾക്കാരെ സ്നേഹിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് പറയുക. ഞാൻ പറയാം നിങ്ങളുടെ റിയൽ ലവ് ആണോ, ഫേക്ക് ലവ് ആണോ, അല്ലെങ്കിൽ ഇമോഷണൽ ലവ് ആണോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വീഡിയോസ് വീണ്ടും സന്ധിക്കവരെ വണക്കം. ഹസ്ത ലവ് വിസ്റ്റ, ലവ് യു ഓൾ.